ഹലോ. പിറന്നാൾ ദിനത്തിൽ 3 ചിത്രങ്ങളുടെ അപ്ഡേറ്റുമായിട്ടാണ് ദുൽഖർ സൽമാൻ വന്നിട്ടുള്ളത്. യാതൊരു താരപരിവേഷവുമില്ലാതെ സെക്കൻഡ് ഷോ എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ നമ്മുടെ മനം കവർന്ന നമ്മുടെ സ്വന്തം DQ, തുടർന്ന് ഉസ്താദ് ഹോട്ടൽ, വിക്രമാദിത്യൻ, ബാംഗ്ലൂർ ഡേയ്സ്, ചാർലി തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ തൻ്റേതായ ഒരു സ്ഥാനം DQ ഉറപ്പിച്ചു. വളരെ പ്രതീക്ഷയോടെ വന്ന കിങ് ഓഫ് കൊത്ത വലിയ അഭിപ്രായമൊന്നും നേടിയില്ലെങ്കിലും മഹാനടി, സീതാരാമം, ലക്കി സ്റ്റാർ, ചുപ്പ് തുടങ്ങിയ സിനിമകളിലൂടെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്കുള്ള ദുൽഖറിൻ്റെ വളർച്ചയാണ് നമ്മൾ പിന്നെ കണ്ടത്. രാജ്യത്തെ ഏതൊരു ഇൻഡസ്ട്രിയിലേക്കും ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലുന്ന താരം, എ മിനിമം ഗ്യാരണ്ടി സ്റ്റാർ. പിറന്നാൾ ദിനത്തിൽ 3 സിനിമകളുടെ അപ്ഡേറ്റാണ് ദുൽഖർ പങ്കുവച്ചിട്ടുള്ളത്. എ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി സീരീസിന് ശേഷം സെൽവമണി സെൽവരാജ് ഒരുക്കുന്ന കാന്തയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒന്ന്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള മദ്രാസിൻ്റെ 1950കളിലുള്ള കാലഘട്ടമാണ് പശ്ചാത്തലം. തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്ന MK ത്യാഗരാജ ഭാഗവതരുടെ ജീവിതമാണ് കാന്തയിലൂടെ കാണിക്കുന്നത്. വമ്പൻ ഹിറ്റായ RDXൻ്റെ ഡയറക്ടർ നഹാസ് ഹിദായത്ത് ഡയറക്റ്റ് ചെയ്യുന്ന ഐ ആം ഗെയിം ആണ് മറ്റൊരു പ്രോജക്റ്റ്. ഇതിൽ പെപ്പയും അഭിനയിക്കുന്നുണ്ട്. വീണ്ടും മറ്റൊരു ഹിറ്റ് ആവുമോ എന്ന് കാത്തിരുന്ന് കാണാം. ആകാശ്ലോ ഒക്കത്താര എന്ന തെലുങ്ക് സിനിമയാണ് മറ്റൊന്ന്. ദുൽഖറിൻ്റെ വേഫെയറർ നിർമ്മിക്കുന്ന ചന്ദ്ര, അതിൻ്റെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. കല്യാണി പ്രിയദർശനും നെസ്ലനുമാണ് പ്രധാന വേഷത്തിൽ. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെയായി കൈനിറിയ ചിത്രങ്ങളാണ് ദുൽഖറിനുള്ളത്. സൗബിൻ ഷായർ ഒരുക്കുന്ന സിനിമ, പേരല്ലൂർ പ്രീമിയർ ലീഗിൻ്റെ ഡയറക്ടർ പ്രവീൺ ഒരുക്കുന്ന സിനിമ തുടങ്ങിയവയും അതിലുണ്ട്. നാനിയുടെ ഹിറ്റ് 4-ൽ DQവിന് കാമിയോ റോൾ ഉണ്ടെന്ന് കേൾക്കുന്നു. ഹിറ്റ് 5-ലും ദുൽഖറിൻ്റെ സാന്നിധ്യമുണ്ട്. അഭിനയത്തിലും നിർമ്മാണത്തിലും പരസ്യത്തിലും സ്വന്തം ബിസിനസ്സിലും ഒക്കെയായി ദുൽഖർ എന്ന ബ്രാൻഡ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. മഹാനായ വാപ്പയുടെ മഹാനായ മകൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.